കർത്താവിനെ നമുക്ക് എങ്ങനെയൊക്കെ സ്നേഹിക്കാമോ, എങ്ങനെയൊക്കെ സേവിക്കാമോ, ആത്മാർത്ഥതയോടെ, ഹൃദയ വിശ്വസ്തയോടെ അങ്ങ് ചെയ്തോണം. മറ്റുള്ളവരെന്ത് ചെയ്യുന്നെന്നോ മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നതെന്നോ നോക്കരുത്. കർത്താവ് നമുക്ക് ചെയ്ത ഉപകാരങ്ങൾക്കൊത്തവണ്ണം കർത്താവിനെ അങ്ങ് സ്നേഹിച്ചോണം. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഭാഗമാണ് നമ്മളിന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം മോർണിംഗ് മന്നായിലേക്ക് സ്വാഗതം. ഈ ദിവസം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായിട്ട് കർത്താവ് തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. 3 കാര്യം അവിടെ കാണാനായിട്ട് കഴിയുന്നു. ഒന്ന്, ഹല്ലേലൂയ, ആമേൻ, വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം. വിലയേറിയ, സാധാരണ വിലയൊന്നും അല്ല അതിന് കേട്ടോ, ഏറ്റവും വിലപിടിപ്പുള്ളതാണ്. മറിയോട് ചോദിക്കാം, മറിയെ, ഇത്ര വിലയേറിയ കാര്യം, ഇത്ര വിലയേറിയ ആ ഒരു തൈലം യേശുവിൻ്റെ കാൽക്കൽ നീ പൂശാൻ എന്താണ് നിനക്ക് കാരണമായത്, പ്രചോദനമായത്? മറിയ പറയും, ഇതിനെക്കാട്ടി വിലയുള്ളതൊന്ന് എനിക്കുണ്ട്. അത് എൻ്റെ സഹോദരനാണ്, എൻ്റെ സഹോദരനായ ലാസർ. ആ ലാസർ ദീനമായി കിടക്കുമ്പോൾ ഞാൻ യേശുവിനെ വിളിപ്പിച്ചതാണ്, പക്ഷെ യേശു വന്നില്ല. എന്നാൽ ദീനമായി കിടക്കുമ്പോൾ വരുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവൻ മരിച്ച് 4 ദിവസം കഴിഞ്ഞിട്ട് കർത്താവ് വന്നു. ആ മരിച്ച് 4 ദിവസമായ ആ ശരീരമായി ഇപ്പോൾ എന്നോടുകൂടെ ദാ ഈ വിരുന്നിനകത്തിരിക്കുന്നത്. ആമേൻ. അതിന് തുല്യമായിട്ട്, ആ നൽകിയ വിടുതലിന് തുല്യമായിട്ട്, ആ മരണത്തിൽ നിന്ന് നൽകിയ ആ ഒരു അനുഗ്രഹത്തിന് തുല്യമായിട്ട് അതിൻ്റെ 100-1 പോലും ഇത് വരത്തില്ല എന്ന് മറിയ പറയുകയാണ്. അതേ പ്രിയ ദൈവമക്കളെ, കർത്താവിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞവർ, കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞവർ, ആമേൻ, എന്തു ചെയ്യും? ആമേൻ. മറ്റുള്ളവർ വിലയെന്ന് പറയുന്നത് അവർക്ക് വിലയില്ലാതായിട്ട് മാറി കർത്താവിനായിട്ട് സമർപ്പിക്കാനായിട്ടിടയായി. രണ്ടാമതായിട്ട് അവിടെ നമ്മൾ കാണുന്നത് തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. വീട് നിറഞ്ഞു. അതെ, അതെ, നിങ്ങൾ കർത്താവിൻ്റെ പക്കൽ സമർപ്പിക്കുന്ന ചെലവിലൂടെ നിങ്ങളുടെ വീട് നിറയാൻ പോവാ. ആമേൻ. അവളെ ഒഴിച്ചത് കർത്താവിൻ്റെ കാൽക്കലാണെങ്കിലും അതിൻ്റെ നന്മ വന്ന് നിറഞ്ഞത് അവളെ വീട്ടിലാണ്. എനിക്കറിയാം എത്രയോ ദൈവമക്കളെ അറിയാമെന്നറിയാവോ? ഹല്ലേലൂയ. ദൈവനാമത്തിനു വേണ്ടി വിശ്വസ്തയോടെ ചെലവഴിച്ച നിമിത്തം ഉണ്ടായിട്ടല്ല, ഇല്ലായ്മയിൽ നിന്ന് വിശ്വസ്തയോടെ കർത്താവിൻ്റെ നാമത്തിലൂടെ ചെലവഴിച്ച നിമിത്തോടെ സാമ്പത്തികത്തിൻ്റെ കെട്ടുകൾ പൊട്ടി, അവരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞ് അവർ അനുഗ്രഹിക്കപ്പെട്ടത്. ഇന്നലകളിൽ ഈ ദൈവനാമത്തിനു വേണ്ടി ആരും കാണാതെ ചെയ്തതും ആരും അറിയാതെ കൊടുത്തതൊക്കെ കർത്താവ് മറന്നിട്ടില്ല കേട്ടോ. പരസ്യമായിട്ടൊരു മാന്യത തേടി വരാനായിട്ട് പോവുക. മൂന്നാമതായിട്ട് നമ്മളവിടെ കാണുന്നത് യൂദാ പറയുന്നൊരു പദമാണ്. ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത്? 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് വെച്ചാൽ, ഈ തൈലം 300-ലധികം വെള്ളിക്കാശ് വിലയുള്ളതാണെന്ന് ആമേൻ അവൻ ആ വിലയാണ് അവൻ വലുതായിട്ട് കണ്ടത്. കണ്ടോ? പണം, ദ്രവ്യാഗ്രഹം എന്നുള്ളൊരു ചിന്തയാണ് അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. കണ്ടോ? അവൻ പറയുന്ന ആ പദത്തോട് ചേർന്ന് വേറൊരു കാര്യം കൂടെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്, ആമേൻ, അത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല, അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തൻ്റെ പക്കലാകയാൽ അതിലിട്ടത് എടുത്തു വന്നത് കൊണ്ടും അത്രേ പറഞ്ഞു. കണ്ടോ? അതിനകത്ത് ഇടുന്നത് ഇടയ്ക്കിടയ്ക്ക് അവൻ എടുക്കും. അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് അവൻ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി എടുക്കും, മറ്റു കാര്യാദികൾക്ക് വേണ്ടി അവൻ എടുക്കും. അതവൻ ദൈവം അവനെ അതിനകത്ത് മുദ്ര കുത്തുന്നത് കള്ളനെന്നാണ്. അതോടൊപ്പം ഹൃദയം ആ പണത്തിനകത്തായിപ്പോയി. ഹൃദയം ആ പണത്തിനകത്തായിപ്പോയി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ, എൻ്റെ നിങ്ങളുടെ ഹൃദയം പണത്തിനകത്തായി കഴിഞ്ഞാൽ പോയി, പിന്നെ പോയി. അനീതിയുള്ള മാമോൻ, അനീതിയുള്ള മാമോൻ, മാമോനെയും ദൈവത്തെ ഒരുമിച്ച് സേവിക്കാൻ കഴിയത്തില്ലെന്നാ. പണം വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞത്. ഹൃദയം പണത്തിന് കൊടുത്താൽ പോയി, പിന്നെ പോയി. ഹല്ലേലൂയ. പോകരുത് കേട്ടോ. ദൈവനാമ മഹത്വത്തിനായിട്ട് ഈ 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. വിലയേറിയ സ്വച്ഛ ജഡമാംസി, വീട് മുഴുവനും നിറച്ചു. ആമേൻ. യൂദായുടെ വിഷയം നമ്മുടെ ജീവിതത്തിൽ ഇതൊരു പാഠമാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഇത് അനുകരിക്കാം. നമുക്ക് മറിയ ചെയ്തതുപോലെ
കർത്താവ് എനിക്ക് നൽകിയ വിടുതലിനെ കാട്ടി വലുതായിട്ടൊന്നുമല്ല ഞാൻ വിലപിടിപ്പെന്ന് പറയുന്നത്. മറ്റുള്ളവർക്കത് വിലയായാലും യേശുവിൻ്റെ കാൽക്കൽ ഒഴിപ്പാൻ ഞാൻ സന്നദ്ധയാണെന്ന് പറയുന്നൊരു മനോഭാവത്തോടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. സ്വർഗീയ പിതാവേ, എത്ര അനുഗ്രഹീതമായ ദൈവവചന ദൂതുകൾ ആമേൻ ഞങ്ങളെ അങ്ങ് കേൾപ്പിച്ചു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും അസാധാരണമായ ആത്മചൈതന്യം ഉണ്ടാകട്ടെ. ലൈഫിൽ ഇതുവരെ കാണാത്ത സ്വർഗീയമായ അനുഗ്രഹങ്ങൾ അവർക്ക് കാണുവാൻ ഇന്നു മുതൽ കർത്താവ് ചെയ്യണമേ, കൃപ ചെയ്യണമേ, അനുഗ്രഹിക്കണമേ, മാനിക്കണമേ, വഴി നിർത്തി സൂക്ഷിക്കണം. അത്ഭുതങ്ങളെ ചേർന്ന് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.